ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ചർച്ചയായി മാറിയ സൗഹൃദമാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ളത്. ഇരുവരും പരസ്പരം പ്രണയിക്കുന്നതായി കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊരു റിലേഷൻഷിപ്പായി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് ഗബ്രി പറഞ്ഞു. അതേസമയം ജാസ്മിനും ഗബ്രിയും ഷോയിൽ നിലനിന്ന് പോകാൻ വ്യാജ ലവ് ട്രാക്ക് ഉണ്ടാക്കിയതെന്നാണ് പൊതുവെയുള്ള സംസാരം. അത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനിടെ ഇപ്പോഴിതാ ജാസ്മിൻ ഗബ്രി ബന്ധം ഒരു മുതലെടുപ്പാണെന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം പ്രേമനാടകത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജാസ്മിനെയാണ് ഇപ്പോൾ ലൈവിൽ കാണാൻ പറ്റുന്നത്. കൂടാതെ ജാസ്മിൻ ഗബ്രി കോംബോ ഒരുപക്ഷെ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട കോംബോ ആയി മാറിയതും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ? ആ ബന്ധവും വെറും ഒരു മുതലെടുപ്പാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ ഗബ്രി എന്ന ആളെ ബോധപൂർവം ഉപയോഗിക്കുന്നതായാണ് എപ്പോഴോ തനിക്കത് നെഗറ്റീവായെന്ന് മനസ്സിലാക്കിയ ജാസ്മിൻ ഗബ്രിയെ മെല്ലെ മാറ്റി നിർത്താനും ശ്രമിച്ചിരുന്നു. പക്ഷേ പൊട്ടനും പെട്ടയുമായ ഗബ്രി വീണ്ടും ജാസ്മിനിലേക്ക് അടുക്കുമ്പോൾ ജാസ്മിൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു സ്വാഭാവികമായ ചിന്തയായിരിക്കാം പെട്ടെന്ന് ഇവനെ ഒഴിവാക്കണമെന്നത്. പക്ഷേ പുറത്തത് എങ്ങനെ മോശമായി ചിത്രീകരിക്കപ്പെടുകയും ജാസ്മിനെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമെന്നുള്ളൊരു രീതിയിൽ നല്ലൊരു അവസരത്തിനായി കാത്തിരുന്ന ജാസ്മിൻ പ്ലേറ്റ് ഒന്ന് മാറ്റിയതാണെന്നാണ് തോന്നുന്നത്. ഒരിക്കലും എനിക്ക് അവനോട് പ്രണയമല്ല സൗഹൃദമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്ന ജാസ്മിൻ നിർവചിക്കാനാകാത്ത എന്തോ ഒരു ഇഷ്ടമാണെന്ന് പിന്നീട് ഗബ്രിയോട് പറഞ്ഞു. ഗബ്രിയെ ഒഴിവാക്കാൻ തക്കം പാത്തിരുന്ന ജാസ്മിൻ റസ്മിനും ജബ്രികളും തമ്മിലുള്ള കോൺവെർസേഷനിൽ ഒരു ചോദ്യം ഗബ്രിക്ക് നേരെ എറിഞ്ഞു. എന്താണ് ഗബ്രി നിനക്ക് എന്നോട്? പ്രണയമാണ്, പക്ഷേ ഞങ്ങൾക്കൊരിക്കലും ഒന്നാകാൻ സാധിക്കില്ല എന്നൊക്കെയാണ് തട്ടിവിട്ടത്. പക്ഷേ ഇപ്പോഴും ഈ ലവ് ട്രാക്ക് നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. സീസൺ 6 നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് പറയുക. എന്തുകൊണ്ടാണെന്നും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.